ഹലോ ഗായ്സ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഒരു ഹാൻഡ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പം ആ ഒരു ഹാൻഡ് ഇവിടെയും കൂടി ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ചെറുതായിട്ട് ഷോർട്ടായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് 16 ഇഞ്ച് വിഡ്ത്തും 8 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ എഡ്ജിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ 8 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് റൗണ്ട് ആയിട്ട് ഒരു സെമി സർക്കിൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെന്ററിൽ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് 2.5 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഫൈനലി ഇങ്ങനെ ഒരു കേർവ് എഡ്ജുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മളുടെ സ്ലീവ് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത് ഫാബ്രിക്കിലോട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പരാഗിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ബോർഡർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ടോപ്പിന് മാച്ചബിൾ ആയിട്ടുള്ള കട്ട് ബീഡ്സ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ബീഡ്സ് കോർത്തും എടുക്കാം. അപ്പൊ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബോർഡർ. ഇനി ഞാൻ ഈ ഒരു B7000 ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു ഗ്ലൂ ആണ്, നമ്മൾ കഴുകിയാലും ഈ ഒരു ഗ്ലൂ പോവത്തില്ല. ഇനി ഞാൻ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന കട്ട് ബീഡ്സ് എല്ലാം സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്. B7000 ഗ്ലൂ തന്നെ ധാരാളമാണ്. കട്ട് ബീഡ്സ് ഒന്നും അങ്ങനെ ഇളകി പോത്തൊന്നുമില്ല. അപ്പൊ ഈ ഒരു പാർട്ട് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. സഹറക്കുട്ടി വരെ ഇങ്ങനെ ബോർ അടിച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി ഞാൻ ആ ബോർഡറിലുള്ള സ്റ്റോൺ വർക്ക് ഇങ്ങനെ കർവ്ഡ് എഡ്ജസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ആ ഒരു സ്റ്റോൺസ് ഒക്കെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ബേണർ വെച്ചിട്ട് ഞാൻ ഈ ഒരു എക്സസ് ഫാബ്രിക് ഒക്കെ കട്ട് ചെയ്ത് എടുത്തായിരുന്നു. അപ്പൊ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവ് ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. രണ്ട് കയ്യിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇട്ട് കാണിക്കുന്നതാണ് എൻ്റെ അനിയത്തിക്കുട്ടി. ഇപ്പം കൂടെ ഇല്ല. സോ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്, ഇതിന്റെ ഫൈനൽ ലുക്ക് ഇട്ട് കാണിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ഇതിന്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3240 റുപ്പീസ് ആണ്. ഇത് ജയലക്ഷ്മി എന്നാണ് മേടിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അപ്പം ഇത് സ്ലീവ്ലെസ് ആയിരുന്നു. അപ്പം ഞാൻ അതിൽ ഹാൻഡ് ഡിസൈൻ ചെയ്ത് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗൈസ്, തൽക്കാലം ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു മോഡല്. അപ്പൊ ഗൈസ്, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ദിസ് ഇസ് ഫാത്തിമ അൽ സഹ്റ സൈനിങ് ഓഫ്. ബൈ.